റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോടതി വിധിക്ക് പിന്നാലെ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ. നേരത്തെ നൽകിയ പാനൽ പുതുക്കി നൽകാനാണ് ആലോചന. പഴയ പാനലിൽ ഉണ്ടായിരുന്ന ഒരാൾ വിരമിച്ചതോടെയാണ് പട്ടിക പുതുക്കുന്നത്. ഗോപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്തായാലും ഈ വിഷയത്തിൽ ഗവർണർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ കാത്തിരിക്കുന്നില്ല. കോടതി ഉത്തരവ് വന്നതോടുകൂടി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഉത്തരവാണ്. സർക്കാർ പാനൽ കൊടുത്താൽ ഗവർണർക്ക് ഇനി അത് തീരുമാനമെടുത്തേ മതിയാവൂ. അപ്പോൾ ആ സാഹചര്യം മുതലാക്കി ഒരു സ്റ്റേ വരുന്നതിന് മുമ്പ് ഈ രണ്ട് സർവകലാശാലകളിലേക്കുമുള്ള പാനൽ സമർപ്പിക്കാനാണോ സർക്കാരിന്റെ നീക്കം, ഗോപാൽ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, ഈ ഘട്ടത്തിൽ സർക്കാർ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ നീങ്ങാനാണ് ആലോചിക്കുന്നത് എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ സാങ്കേതിക സർവകലാശാലയിൽ സർക്കാർ 3 അംഗ പാനൽ നൽകിയിരുന്നു. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ജയപ്രകാശ്, സർവകലാശാലയുടെ മുൻ രജിസ്ട്രാർ കൂടിയായിരുന്ന പ്രവീൺ, അതിനോടൊപ്പം തന്നെ മുൻ സിൻഡിക്കേറ്റ് അംഗവും മുതിർന്ന പ്രൊഫസറുമായിരുന്ന വിനോദ് കുമാർ ജേക്കബ് എന്നിവരുടെ പട്ടികയാണ്, അവരുടെ പേരുകൾ ഉൾപ്പെട്ട പട്ടികയായിരുന്ന അന്ന് സാങ്കേതിക സർവകലാശാലയിലേക്ക് രാജ്ഭവന് നൽകിയത്. ആ പട്ടിക അംഗീകരിക്കാതെയാണ് കെ ശിവപ്രസാദിന് വൈസ് ചാൻസലറായി നിയമനം നൽകുന്നതും. ഒടുവിൽ ഇന്നലെ കോടതി ഉത്തരവ് ഗവർണർക്ക് തിരിച്ചടിയായതോടുകൂടി ആ പട്ടികയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി രാജ്ഭവനിലേക്ക് സമർപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. കാരണം ഇതിൽ വിനോദ് കുമാർ ജേക്കബ്, അദ്ദേഹം സർവീസിൽ നിന്ന് ഈ കഴിഞ്ഞ മെയ് മാസം വിരമിക്കുകയുണ്ടായി. ഇതോടുകൂടി തന്നെ ആ പട്ടികയിലുള്ള അദ്ദേഹത്തിന്റെ പേരൊഴിവാക്കി പകരം പുതിയൊരു വ്യക്തിയുടെ പേര് ഉൾപ്പെടുത്തി പുതിയൊരു പട്ടിക നൽകാനാണ് ആലോചിക്കുന്നത്. കാരണം ഈ പഴയ പട്ടിക തന്നെ നിലനിർത്തിയാൽ ഈ പേരിന്റെ സാങ്കേതികത പറഞ്ഞുകൊണ്ട് അത് തള്ളാനുള്ള സാധ്യത സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുപ്രകാരം AGയോടും നിയമവകുപ്പിനോടും നിയമോപദേശം സർക്കാർ തേടിയിട്ടുണ്ട്. ആ നിയമോപദേശം കൂടി ലഭിച്ചതിന് ശേഷം ഇന്നോ നാളെയോ പരമാവധി നാളെക്കുള്ളിൽ രാജ്ഭവനിലേക്ക് സർക്കാർ പുതിയ പട്ടിക നൽകും. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടു കൂടി കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിലും അധികം വൈകിക്കാതെ തന്നെ വേഗത്തിൽ പട്ടിക നൽകാനാണ് ഈ ഘട്ടത്തിൽ സർക്കാർ ആലോചിക്കുന്നത്. നിയമപരമായിട്ടുള്ള നീക്കം ഗവർണർ നടത്തിയാലും അതിന് മുന്നോടിയായി തന്നെ ഈ ഭരണപ്രതിസന്ധി ഒഴിവാക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത്തരത്തിലേക്കുള്ള ഒരു പ്രചരണം കൂടി നടത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ VC ഇല്ലാത്ത സാഹചര്യം ഒഴിവാക്കണമെന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശമടക്കം ആയിരിക്കും രാജ്ഭവന് മുന്നിൽ ഈ ഘട്ടത്തിൽ സർക്കാർ വയ്ക്കുക. അതിന്മേൽ രാജ്ഭവൻ എന്ത് തീരുമാനമെടുക്കും, ചാൻസലർ എന്ത് തീരുമാനമെടുക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അധികം വൈകില്ല, ഉടൻ തന്നെ പരമാവധി ഇന്ന് അല്ലെങ്കിൽ നാളെ അതിനുള്ളിൽ തന്നെ പുതുക്കിയ പാനൽ സർക്കാരിന്റേതായി രാജ്ഭവനിലെത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ സർക്കാരും ഗവർണറും VC നിയമന കാര്യത്തിൽ വീണ്ടും മറ്റൊരു നിയമയുദ്ധത്തിനുള്ള വേദി തുറക്കുകയായി. ഇതൊക്കെ തുറന്നു വരുമ്പോൾ അടഞ്ഞു പോകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് എന്നതല്ലേ വാസ്തവം.